ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിങ്ങനെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതേ ദിവസങ്ങളിങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വിചാരിച്ചു ഫ്യൂച്ചർ മ്യൂസിയം കാണാൻ പോകാമെന്ന്. നമ്മൾ പല സമയത്തും ഈ ഷേഖ് സായദ് റോഡിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഡ്യൂട്ടിക്കൊക്കെ ആയിട്ട് മെട്രോയിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ കണ്ണിലുടക്കുന്ന ഒരു ബിൽഡിങ്ങാണ് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെത്. കഴിഞ്ഞൊരു 6 വർഷം എടുത്തിട്ടാണ് കേട്ടോ അതിൻ്റെ ഒരു പണി പൂർത്തിയായത്. ഇപ്പോൾ അത് ഓപ്പണായിട്ട് 2-3 വർഷങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്തൊക്കെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും നമുക്ക് കാണാമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതുവരെ അതിനകത്തോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇന്നാണ് നമ്മൾ അതിനകത്തോട്ടൊന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ദുബായിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസിലൂടെ ചിലവാക്കി ചെയ്യാൻ പറ്റുന്ന ടൂറിസങ്ങളുണ്ട്. എന്നാൽ എൻട്രി ഫീ കൊടുക്കാതെ കാണാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളും ദുബായിലുണ്ട് കേട്ടോ. അപ്പോൾ ഫ്യൂച്ചർ മ്യൂസിയത്തിലുള്ള എൻട്രി ഫീ 140 ദിറംസ് ആണ് ഒരാൾക്ക്. പക്ഷെ നമുക്കതിൻ്റെ ഒരു 2nd ഫ്ലോർ വരെ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ബിസിനസ് സാമ്രാജ്യം എന്ന് പറയുന്ന ദുബായിയുടെ ഒരു ഭാഗമാണ് കേട്ടോ ഈ ഷേഖ് സായദ് റോഡിൽ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ ബിൽഡിങ്ങുകളും. അപ്പോൾ അതിപ്പോൾ നമ്മൾ ദൂരെ നിന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൂട് അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഒരു പുകമയം പോലെ ഉണ്ട് കേട്ടോ റോഡിലോട്ട് നോക്കുമ്പോൾ. എന്തായാലും എല്ലാവരും പറയുന്ന പോലെ തന്നെ ഓരോ പ്രാവശ്യം വരുമ്പോഴും പുതുമയാർന്നൊരു സ്ഥലം തന്നെയാണ് ദുബായ് എന്ന് പറയുന്നത്. എത്ര കണ്ടാലും എത്ര പ്രാവശ്യം വന്നാലും മതി വരാത്തൊരു രാജ്യമാണ്. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം നമ്മൾ വരുമ്പോഴും ദുബായ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭംഗി, അതിൻ്റെ വൃത്തിയിലും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഭരണ സംവിധാനവും അതിൻ്റെ ആ നാടിൻ്റെ ഭംഗി ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ ഫ്യൂച്ചർ മ്യൂസിയത്തിലോട്ട് നമുക്ക് മെട്രോ വഴി വരികയാണെങ്കിൽ നമ്മൾ എമിറേറ്റ്സ് ടവർ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. ഈ കാണുന്ന ആ ഒരു ബ്രിഡ്ജ് നേരെ കണക്റ്റ് ആകുന്നത് ഈ ഒരു ഫ്യൂച്ചർ മ്യൂസിയത്തിലൂടെയാണ് കേട്ടോ. അപ്പോൾ അതിന് 2nd ഫ്ലോറിലോട്ടാണ് നമ്മൾ മെട്രോ വഴി വരുമ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ആ ഒരു 1st ഫ്ലോറും 2nd ഫ്ലോറും ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നത്. അതിനകത്തോട്ട് പിന്നെ മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ എൻട്രി ഫീ 140 ദിറംസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ പല പ്രാവശ്യം ഇതിലേ പോകുമ്പോഴും ഈ ഷേഖ് സായദ് റോഡിലൂടെ പോകുമ്പോഴും പിന്നെ മെട്രോ ആണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്താണ് മെട്രോ ലൈൻ പോകുന്നത്. എന്നിരുന്നാലും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത് അതിൻ്റെ തൊട്ട് താഴെ പോയി നിന്നപ്പോഴാണ് കേട്ടോ. ഒരു 7 നില കെട്ടിടത്തിൻ്റെ വലിപ്പമാണ് ഈ ബിൽഡിങ്ങിനുള്ളത്. പിന്നെ ഈ ബിൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് ഒരു ടൊറസ് ഷേപ്പിലാണ് അല്ലെങ്കിൽ ഒരു ഐ ഷേപ്പിലാണ് അവർ ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് കോർണേഴ്സോ എഡ്ജസോ ഒന്നുമില്ലാതെ ഒരു റൗണ്ട് മോഡലിലാണ് ഈ ഒരു ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പുറത്ത് എഴുതിയിട്ടുള്ളത് ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ട് നമ്മളുടെ ദുബായ് റൂളറായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അദ്ദേഹം എഴുതിയിട്ടുള്ള പോയമാണ് അറബിക് വേർഡുകളിൽ ആ ഒരു ബിൽഡിങ്ങിൽ മൊത്തമായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ കാണുന്ന ബ്ലാക്ക് ലൈൻസ് തന്നെയാണ് ആ ബിൽഡിങ്ങിൻ്റെ വിൻഡോസ് ആയിട്ടും വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7 ഫ്ലോറാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഫ്യൂച്ചറിലോട്ടുള്ളൊരു ദീർഘവീക്ഷണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ഐ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ടൊറസ് ഷേപ്പിൽ ഈ ബിൽഡിങ് പണിതിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ലോകത്തിലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു നാഷണൽ ജിയോഗ്രഫിക് മ്യൂസിയങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഫ്യൂച്ചർ മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തോട്ട് കയറിയപ്പോൾ കാർ പാർക്കിങ്ങിനകത്തോട്ട് ചെന്നപ്പോൾ തന്നെ നമ്മൾ സാധാരണ ഒരു മോളിലേക്ക് പോകുന്നതിനേക്കാളും വ്യത്യസ്തത അതിൻ്റെ കാർ പാർക്കിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ ദുബായിലൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതൊരു മോളിൽ പോയാലും കാർ പാർക്കിംഗ് തൊട്ടായാലും കോമൺ ആയിട്ട് ഇത്രയധികം ആളുകൾ യൂസ് ചെയ്യുന്ന വാഷ്റൂംസ് ആണെങ്കിലും ആ ഫെസിലിറ്റീസ് അവർ വർഷങ്ങളായിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഭംഗി അതുപോലെ തന്നെയാണ് എത്രയോ വർഷങ്ങളായിട്ടും അവരത് അങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ കാണുന്ന ഈ ഒരു കാര്യം ഇനിയിപ്പോൾ നമ്മളൊരു 10 വർഷം കഴിഞ്ഞ് വന്നാലും ഒരു 15 വർഷം കഴിഞ്ഞ് വന്നാലും ഇതേ മേന്മയോടുകൂടെ തന്നെ ഈ ഒരു ഗുണമേന്മയോടുകൂടി തന്നെ ഇന്ന് കാണുന്ന ഈ ഫെസിലിറ്റീസ് ഒന്നിൽ കൂടുതൽ ചിലപ്പോൾ മാറ്റങ്ങളോ ഭംഗിയോ കൂട്ടിയിട്ടേ ഉണ്ടാവുള്ളൂ, ഒട്ടും കുറഞ്ഞു പോയിട്ടുണ്ടാവില്ല. ആ തരുന്ന ഒരു ഉറപ്പാണ് ഈ രാജ്യത്തിൽ വരുന്ന ഓരോ കൺസ്ട്രക്ഷൻ്റെയും ഭംഗി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വന്ന് കയറിയത് ഇതിൻ്റെ 1st ഫ്ലോറിലാണ്. ഈ ഒരു 1st ഫ്ലോറും 2nd ഫ്ലോറും ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ 1st ഫ്ലോറിലെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ആളുകളുണ്ട്. നമ്മൾ പോയിരിക്കുന്നത് ഒരു വീക്കെൻഡ് ഒന്നുമല്ല, എന്നിട്ട് പോലും അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ റൂളർ എഴുതിയിട്ടുള്ള ആ ഒരു പോയത്തിൻ്റെ ലെറ്റേഴ്സൊക്കെ അകത്തുനിന്നും കാണാം. പക്ഷെ നമുക്ക് അറബി വായിക്കാൻ അറിയാത്തത് കൊണ്ട് അത് വായിക്കാനോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനോ പറ്റിയിട്ടില്ല.
അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കോഫി ഉണ്ടാക്കി തരുന്നൊരു റോബോട്ട്സിനെയാണ് കേട്ടോ നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു റോബോട്ടുണ്ട്. അപ്പോൾ ആളുണ്ടാക്കി തരുന്ന കോഫികൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ വില നിലവാരങ്ങളും എല്ലാം അവിടെ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചില ആളുകളൊക്കെ അത് ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് റോബോട്ട് കോഫിയൊക്കെ ഉണ്ടാക്കി ഗ്ലാസ്സിലാക്കി ആ ഒരു കൗണ്ടറിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് ഒരുപാട് പേര് ആ കോഫിയൊക്കെ കുടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഒരു ഫ്യൂച്ചർ മ്യൂസിയം എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഇനി വരാൻ പോകുന്ന സയൻസിൻ്റെയും ടെക്നോളജിയുടെയും മാറ്റങ്ങളുടെയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ദീർഘവീക്ഷണമാണ് അവർ ഇതിനുള്ളിൽ മുഴുവൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ റോബോട്ടിക്സ് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ ആ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നമുക്ക് ഒരുപാട് കോഫി ഷോപ്പുകളും ഫുഡ് കൗണ്ടേഴ്സുകളൊക്കെ ഉണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇനി ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്നാലും ഇവിടെ ഇതിൽ മോശമായതൊന്നും നമ്മൾ കാണില്ല. ഒന്നല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഭംഗിയായിട്ടായിരിക്കും നമുക്കിനി ഇത് കാണാൻ പറ്റുക. അതാണ് നമ്മൾ ഈ ദുബായിലോട്ട് വരുമ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ കണ്ടത് കണ്ടിട്ടും വീണ്ടും വീണ്ടും മടുക്കാത്തതിൻ്റെ ഒരു കാരണം. അപ്പോൾ ഈ 140 ദിറംസ് എൻട്രി ഫീ കൊടുത്തവർക്ക് കാണാൻ മുകളിലോട്ട് പോകണമല്ലോ, അതിനുള്ള ലിഫ്റ്റുകളാണ് കേട്ടോ. നമ്മളുടെ ഈ ഒരു മെഡിസിൻ്റെ ഒരു ക്യാപ്സ്യൂളൊക്കെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും, ആ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലാണ് ഇവിടുത്തെ ലിഫ്റ്റുകളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൽ കണ്ടു കഴിഞ്ഞ് വന്ന ആളുകൾ ഇറങ്ങി മറുവശത്തോടെ ഇറങ്ങി പോകുന്നുണ്ട്, കയറാൻ പോകുന്ന ആളുകൾ കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് ഫ്ലോർ വരെയാണ് നമുക്ക് എന്താ പറയുക, ഫോണും വീഡിയോസും ഫോട്ടോസൊക്കെ അലൗഡ് ആക്കിയിട്ടുള്ളൂ. അതിനുശേഷം 3rd ഫ്ലോർ തൊട്ട് 7th ഫ്ലോർ വരെ കാണുന്നതൊക്കെ നമ്മളുടെ എന്താ പറയുക, ഒരു സ്പേസിൽ പോയാലുണ്ടാവുന്ന അനുഭവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും നമുക്ക് വീഡിയോസായിട്ടോ ഫോട്ടോസായിട്ടോ പകർത്താനായിട്ട് അവർ സമ്മതിക്കില്ല. എന്തായാലും ഇത്രയും കാര്യങ്ങൾ തന്നെ ഒന്നും കാണാത്തവർക്ക്, ഇപ്പോൾ നമ്മൾ ദുബായിൽ ഇത്രയും നാൾ ജീവിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇന്ന് ഇതിനകത്തോട്ട് വന്നത്. ഇപ്പോഴും ദുബായിൽ ചിലപ്പോൾ 10-15 വർഷമായിട്ട് ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും ഇത് കാണാത്തവരുണ്ടാവും. നമ്മളങ്ങനെയാണല്ലോ, നമ്മളിപ്പോഴും താമസിക്കുന്ന സ്ഥലത്തെ കാര്യങ്ങൾ നമ്മൾ മിക്കവാറും കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ കേരളം തന്നെ ഞാൻ കാണാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. എത്രയോ ടൂറിസം ആളുകൾ പുറത്തുനിന്ന് നമ്മുടെ കേരളത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കാണാനായിട്ടും വരുന്നുണ്ട്. ഇപ്പോഴവിടെ താമസിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാലും വലിയ അതിശയമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ദുബായിലെ കാര്യവും. അപ്പോൾ അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്താണ് കേട്ടോ ഇത് അടുത്തൊരു റോബോട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഇത് എന്താ, ചിലർ ഇതിനെ റോബോട്ട് പട്ടിയായിട്ടും പൂച്ചയായിട്ടൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇതിന് എന്ത് പേരാണ് പറയേണ്ടതെന്ന്. എന്തായാലും അത് വന്ന് നിന്നിട്ട് അതിനവിടെ ആളുകൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ തൊട്ട് മുന്നിൽ കാണിക്കുന്ന എല്ലാ കാഴ്ചകളും, ഇപ്പോൾ നമ്മളൊന്ന് കാല് മടക്കിയിരിക്കുകയാണെങ്കിലോ നമ്മൾ തലയൊന്ന് ആട്ടാണെങ്കിലോ നമ്മളൊന്ന് കറങ്ങുകയാണെങ്കിലോ അതെല്ലാം ഇതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് അത് ചെയ്യുന്നതാണോ അതോ ഇനി അവിടെ നിൽക്കുന്ന ആൾ അതിനെ നിയന്ത്രിച്ച് അത് ചെയ്യുന്നതാണോ എന്നറിയില്ല. ഇപ്പോൾ നമ്മളിതേ ഇങ്ങനെ ഒരു പുഷപ്പ് പോലെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതും അതിൻ്റെ ഒപ്പം തന്നെ അത് കാണിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ബോഡി ഒന്നും ഇങ്ങനെ വളയ്ക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ അതും അത് ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ തലയൊന്നും ഇങ്ങനെ വട്ടം കറക്കുകയാണെങ്കിൽ അതും അതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പതുക്കെ നല്ല ഭംഗിയുള്ള മനോഹരമായ കോണിപ്പടി കയറിയിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ 2nd ഫ്ലോറിലോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2nd ഫ്ലോർ വരെയാണ് നമുക്ക് കയറാൻ പറ്റുന്നതുള്ളത്. അതായത് എൻട്രി ഫീ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്കതിൻ്റെ മുകളിലോട്ടും പോവാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെട്രോ കണക്റ്റായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു 2nd ഫ്ലോറിലാണ് കേട്ടോ കണക്റ്റ് ആവുന്നത്. അപ്പോൾ 2nd ഫ്ലോറിൽ ചെന്ന് നിന്നപ്പോഴാണ് ദേ ഒരു എന്താ പറയുക, ഇതിനൊരു ഡോൾഫിനാണോ അതിങ്ങനെ പറന്ന് നടക്കുകയാണ്. എന്തായാലും ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ ഈ ഒരു എന്തായാലും ആരൊക്കെ മാറ്റിയാലും ദുബായ് എന്ന് പറയുന്ന ഈ ഒരു രാജ്യം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ റെഡി ആയിട്ടാണ് അവരിയ്ക്കുന്നത്. അവർ അന്നായാലും എന്നായാലും ഒരു തികച്ച മരുഭൂമിയായി കിടന്നിരുന്ന ഒരു സ്ഥലത്തിനെയാണ് മാറ്റങ്ങളിലൂടെ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാക്കി മാറ്റിയത്. അപ്പോൾ ഇനിയും മാറ്റങ്ങൾ ഒരുപാട് കൊണ്ടുവരാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് അതിന് തീക്ഷണമായി ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടം തന്നെ ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ മാറ്റങ്ങളൊക്കെ ഇനി നമുക്ക് ദുബായിൽ വരും വർഷങ്ങളിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെട്രോ സ്റ്റേഷൻ കണക്ട് ചെയ്ത് വരുന്ന ബ്രിഡ്ജാണ് കേട്ടോ അത്. നമ്മൾ മെട്രോയിൽ ഇറങ്ങിയിട്ട് വരികയാണെങ്കിൽ ഇങ്ങനൊരു പാസേജിലൂടെയാണ് നമ്മൾ ഈ ഒരു ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ 2nd ഫ്ലോറിലോട്ട് എൻ്റർ ആവുന്നത്. ഈ ഒരു കണക്ഷനാണത്. അപ്പോൾ മെട്രോയിൽ വരുന്ന ആളുകളും പോകുന്ന ആളുകളൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ഇങ്ങനെ 2nd ഫ്ലോറിലോട്ട് നമുക്കത് കണക്റ്റ് ആവും.
അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കണ്ടു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ വീഡിയോസൊക്കെ എടുത്തു, കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ എന്താ പറയുക, ഈ ഒരു രാജ്യത്ത് വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഈ രാജ്യക്കാരല്ല ആക്ച്വലി അല്ലേ, പക്ഷേ നമുക്ക് ഭയങ്കര പ്രൗഡാണ് ദുബായോട് അല്ലെങ്കിൽ ആ ഒരു ഭരണകൂടത്തോട്. നമ്മുടെ നാട്ടിലും എന്തെല്ലാം കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്താമല്ലേ, പക്ഷെ നമ്മുടെ നാട് ഇങ്ങനെ വീണ്ടും അധോഗതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള നാടുകളിൽ നിന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു സങ്കടം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് റോബോട്ടായിട്ടുള്ള ഫോട്ടോഗ്രാഫറിനെ കണ്ടത്. അപ്പോൾ ആളങ്ങനെ നമുക്ക് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു തരും. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. മെട്രോ ലൈനാണ് ആ കണ്ടത്. വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ മെട്രോ സ്റ്റേഷനുള്ളത്. മെട്രോ ലൈൻ വളരെ അടുത്തുകൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഞാനൊക്കെ ജോലിക്ക് പോകുമ്പോൾ സ്ഥിരം കണ്ടിരുന്ന ഒരു ബിൽഡിംഗ് ആണിതെങ്കിലും ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലായത് അതിൻ്റെ തൊട്ട് താഴെ ചെന്ന് നിന്നപ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ മ്യൂസിയത്തിനോട് ചേർന്നിട്ട് അവരൊരു ഹാൻഡ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ മീൻ ചെയ്യുന്നത് 3 അക്ഷരങ്ങളാണ്, WVL. അപ്പോൾ W എന്ന് പറയുന്നത് അവർ വിന്നിനെയും, V എന്ന് പറയുന്നത് വിക്ടറിനെയും, L എന്ന് പറയുന്നത് ലവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു 3 തീമാണ് ആ ഒരു ഹാൻഡിൽ അവർ മീൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ആ ഒരു ഗ്രീനറി എന്ന് പറയുന്ന ഒരു എർത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ഗ്രീനറി ആയിട്ടുള്ള ആ ഒരു ഇതിൽ ആ ഒരു ബിൽഡിങ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായിട്ട് പുറത്തുനിന്ന് കാണുമ്പോഴും ഈ പറയുന്ന പോലെ നമുക്ക് ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നമ്മളുടെ കണ്ണിലൂടെ കാണുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രൗഡ്, ഈ ഒരു രാജ്യത്തിനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുക അതിങ്ങനെ നമ്മളുടെ കണ്ണിലൂടെ നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ. പക്ഷേ നമുക്ക് എല്ലാ രാജ്യങ്ങളും പോയി കാണാനുള്ള ഫെസിലിറ്റീസോ അല്ലെങ്കിൽ അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ഉണ്ടായെന്ന് വരില്ല. നമ്മൾ പല രാജ്യങ്ങളിലെ പല കാര്യങ്ങളും കാണുന്നത് ഇപ്പോൾ നമ്മൾ യൂട്യൂബും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളെ ഭംഗിയുള്ള കാര്യങ്ങൾ കാണുന്നു അല്ലേ. അപ്പോൾ ഞാനും അത് വന്ന് കണ്ടപ്പോൾ എനിക്കും അത് നമ്മളുടെ ഈ ഒരു ചാനലിലൂടെ കാണുമ്പോൾ ഇത് കാണാൻ എല്ലാവർക്കും പറ്റട്ടെ, കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് കാണാൻ ഇങ്ങനെയായാലും മതിയല്ലോ, അതുകൊണ്ട് ഞാനത് പകർത്തിയെന്ന് മാത്രം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മളും ഇങ്ങനെ റീലുകളൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് വരുന്നതും അല്ലെങ്കിൽ അതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നതും. അപ്പോൾ ഒരു പീക്കോക്ക് ഗാർഡൻ അതിൻ്റെ അടുത്തുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടാണ് ഇങ്ങടേക്ക് നടന്നത്. വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ദുബായിൽ അല്ലെങ്കിൽ UAE ഈ ഒരു രാജ്യത്തിന് എന്താ പറയുക, അടി എന്ന് പറയുന്നത് ഈ ഒരു കാലാവസ്ഥയാണ്. കാലാവസ്ഥയും കൂടെ ഒരു ഗുഡായിരുന്നു, ഒരു യൂറോപ്യൻ കൺട്രിയിലെ കാലാവസ്ഥയായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലുള്ള ഒരുവിധം പേരൊക്കെ വന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ദുബായ് തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു ചൂടെന്ന് പറയുന്നത് ഇത്തിരി അസഹനീയം തന്നെയാണ്. അതിനുള്ള മാറ്റങ്ങളും ഇനി അതെങ്ങനെ കുറച്ച് കൊണ്ടുവരാം അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അവർ ഇപ്പോഴും സ്റ്റഡി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള മഴയൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷം ഇവിടെ കിട്ടിയിരുന്നു. ആ മഴയിൽ നമുക്ക് 2-3 ദിവസം ദുബായ് ആകെ സ്റ്റക്കായി. നമ്മുടെ നാട്ടിൽ പെയ്യുന്ന മഴയുടെ ഒരു അംശം പോലും പെയ്തില്ല കേട്ടോ, എന്നിട്ട് പോലും. കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ റെയിൻ അവർ നിർത്തിവെച്ചു. അപ്പോൾ ചൂട് ഇപ്പം തന്നെ 40 ഡിഗ്രിക്ക് മേലെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ജൂലൈ ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും ചൂട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് വിശന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബെയ്ത്ത് അൽ സെയിൻ മന്തി എന്ന് പറയുന്നത് നമ്മുടെ ദഫ്സ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മന്തി റെസ്റ്റോറൻ്റാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മളിതുപോലെ ഒരുപാട് റിവ്യൂ കേട്ടിട്ട് വന്നതാണ് കേട്ടോ. പക്ഷേ അടിപൊളിയാണ്. ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗമാണെങ്കിലും അവർ സെർവ് ചെയ്യുന്ന രീതിയാണെങ്കിലും നമുക്ക് കൊണ്ടുവച്ച് തരുന്ന പ്ലേറ്റുകളാണെങ്കിലും ഏറ്റവും മോസ്റ്റായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി നമുക്ക് ആ കഴിക്കുന്ന ഓരോ ബൈറ്റിലും നമുക്ക് മനസ്സിലാവും കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും എല്ലാമായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഇവിടെ ദുബായിൽ ഈ ഒരു അടുത്ത് താമസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദഫ്സ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഈ ഒരു മന്തി റെസ്റ്റോറൻറ്റിൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും വന്ന് നോക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ മന്തിയിൽ മട്ടനും ബീഫുമാണ് ഓർഡർ ചെയ്തത്. ഒന്ന് ഇങ്ങനെ ഒരു ഗ്രേവി ടൈപ്പായിട്ടുള്ളതും മറ്റേത് നമ്മുടെ സാധാരണ റൈസ് ടൈപ്പായിട്ടുള്ളതും. നല്ല അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ മന്തി കഴിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്തത് കഴിക്കുന്ന സ്വീറ്റ് എന്തായിരിക്കും? കുനാഫ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കുനാഫ കഴിക്കാറുണ്ടെങ്കിലും കുനാഫയുടെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് അതിൻ്റേതായ രീതിയിൽ കഴിക്കണമെങ്കിൽ നമ്മളിവിടെ UAE തന്നെ വന്ന് കഴിക്കണം കേട്ടോ. അത് എന്താണെന്ന് അറിയില്ല, അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ
ചീസി കുനാഫയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൽ നമ്മളതൊക്കെ കട്ട് ചെയ്ത് ആ ഒരു ഷുഗർ സിറപ്പ് ഇങ്ങനെ വേണ്ടുവോളം ഇങ്ങനെ അതിൽ നനച്ച് ഡിപ്പ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അങ്ങനെ നമ്മൾ കുനാഫയും കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇന്ന് മേരിയുടെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ മേരി ഇപ്പോൾ ഇവിടെ നിന്ന് പഠിപ്പൊക്കെ നിർത്തിയിട്ട് ഏകദേശം 2 വർഷത്തോളമൊക്കെ ആയെങ്കിലും അതിന് മുന്നേ വരെ അവർക്കുണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്സ് സർക്കിൾ ഇപ്പോഴും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ കുട്ടികൾക്ക് പിന്നെ വാട്സപ്പും ഇൻസ്റ്റഗ്രാമും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ചാറ്റിങ്ങിലൂടെ അവരുടെ ആ ഒരു ബന്ധം നിലനിർത്താനായിട്ടുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ അത് നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. എന്തായാലും അവർക്ക് തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ ദുബായിൽ വരുമ്പോഴും മേരിയുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കൂട്ടുകാരുടെ വീട്ടിലാണ് കൊണ്ടുവന്നാക്കിയത്. അത് കഴിഞ്ഞൊരു 6 o'clock ആകുമ്പോൾ വന്നാൽ മതി എന്നാണ് മേരി പറഞ്ഞത്. പിന്നെ മേരി വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ വർത്താനൊന്നും പറഞ്ഞ് കഴിഞ്ഞില്ല, അപ്പം അമ്മ എപ്പോഴും ഒരു 7 o'clock ആകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 7 o'clock ഒക്കെ ആയപ്പോൾ നമ്മൾ മേരീനെ കൊണ്ടുവരാനായിട്ട് വീണ്ടും ഡ്രോപ്പ് ചെയ്ത അതേ അപ്പാർട്ട്മെൻറ്റിലോട്ട് തന്നെ തിരിച്ച് വന്നേക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മേരീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മേരിയുടെ ഫ്രണ്ട്സ് അവരെല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ ഈ ചക്കരയിൽ ഈച്ച പൊതിഞ്ഞ പോലെ എന്ന് പറയുന്ന പോലെയാണ് എല്ലാവരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കുറേ നേരം സ്റ്റക്കായി നിൽക്കുന്നത് കാണാം. അത് കാണുമ്പോഴാണ് നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോഴും അവരെ കൊണ്ടുവരണം, അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തി പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് കാണുമ്പോഴാണ് കേട്ടോ. അങ്ങനെ മേരീനെ കിട്ടി. അപ്പം നമ്മൾ വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ന് കൂട്ടുകാരികളെ കണ്ട വിശേഷങ്ങൾ ഇന്ന് എന്തൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു മോളൊക്കെ ഉണ്ട്. അപ്പോൾ അവരവിടെയൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് ഇനി വിശേഷങ്ങൾ അങ്ങോട്ട് തകർത്ത് പറയാണ് കേട്ടോ. എന്തായാലും മേരിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഉള്ളത് മേരിയുടെ ഒരു ഭാഗ്യമാണ്. നാട്ടിലായാലും മേരിക്ക് നല്ലൊരു ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട്. മേരി നമ്മളുടെ പ്രായക്കാരോട് ഇത്തിരി സൈലൻ്റ് ആണെങ്കിലും അവരുടേതായ പ്രായക്കാർ കൂടുമ്പോൾ അവർ ഭയങ്കര വൈബാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷാർജയിലെ അല്ലയ വാട്ടർ കനാൽ കാണാൻ വന്നിരിക്കാനാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു തോട് പുഴ എന്നൊക്കെ പറയുന്ന പോലെ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇവിടെയും ഇതൊക്കെ. പക്ഷേ ആ ഒരു കനാലിനെയാണെങ്കിലും അവരതിൻ്റെ ചുറ്റും നല്ല ഭംഗിയുള്ള വൈറ്റ് റെയിൽ കൊണ്ടൊരു മതിൽക്കെട്ടൊക്കെ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഫുൾ ബ്ലൂ കളർ ലൈറ്റൊക്കെ ഇട്ട് ചുറ്റും ആളുകൾക്ക് നടക്കാനുള്ള ഒരു വഴിപ്പാതയും പിന്നെ കടലിൻ്റെ അവിടേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നൊരു വ്യൂ പോയിൻ്റ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പാർക്കുമൊക്കെ ആയപ്പോൾ ഒരുപാട് ആളുകളാണ് അതിന് ചുറ്റും വന്ന് എൻജോയ് ചെയ്യുന്നതും നടക്കുന്നതും ഒക്കെ. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ വരും, ഷോപ്പുകൾ വരും. പിന്നെ എനിക്ക് തോന്നുന്നു ബോട്ടിംഗ് സർവീസ് വരാനുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള തോടും പുഴയൊക്കെ നമ്മൾ കാണുന്ന ബസ്സിൽ പോകുമ്പോഴും ട്രെയിനിൽ പോകുമ്പോഴൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവർ ഓരോ കിട്ടുന്ന സാഹചര്യങ്ങളും ടൂറിസമായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ അങ്ങനെ മനോഹരമായൊരു ദിവസം ഞങ്ങളുടെ ഇങ്ങനെ കടന്നു പോകുന്നു. അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.